നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. പുല്ലൂർ പൊതുമ്പ് ചിറയോരം ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ. നവരാത്രി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പുല്ലൂർ പൊതുമ്പ് ചിറയോരം ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു. പൊതുമ്പ് ചിറയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ധനേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് സ്വാഗതവും സെക്രട്ടറി M ശാലിനി നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം പദ്ധതിയാണ് മുരിയാട് പഞ്ചായത്തിന്റെ പുല്ലൂർ പൊതുമ്പ് ചിറയോരം ടൂറിസം പദ്ധതി. 2022-23 സാങ്കേതിക അനുമതി ലഭിച്ച പദ്ധതിക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 2024 ഡിസംബർ 2-നാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ലൈറ്റിംഗ്, ക്യാമറ, സിറ്റിംഗ് പ്ലേസസ്, വ്യൂ പോയിന്റ്, കോഫി ഷോപ്പ്, ഹാപ്പിനെസ് പാർക്ക്, കനോപ്പി, ടോയ്ലറ്റ് സൗകര്യം, ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന 1ാം ഘട്ടവും ഫൗണ്ടൻ, ഓപ്പൺ ജിം എന്നിവ ഉൾക്കൊള്ളുന്ന 2ാം ഘട്ടവും പൂർത്തീകരിച്ചാണ് പദ്ധതി നാടിന് സമർപ്പിക്കുന്നത്. രണ്ടാമത്തെയും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തെയുമായ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി എന്ന നിലയിൽ പൊതുമ്പ് ചിറയോരം ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 21 ലക്ഷം രൂപയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ ചിറയോര പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ സമർത്ഥനായ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ വിശദമായി തന്നെ ഈ പദ്ധതിക്ക് പുറകിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ടൂറിസം മേഖലയിൽ കേരളത്തിന്റെ വളർച്ചയ്ക്കായി വളരെ ഭാവനാപൂർണമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ോടുകൂടി ഹെറിറ്റേജ് ടൂറിസം, പൈതൃക ടൂറിസം, പിൽഗ്രിം ടൂറിസം, തീർത്ഥാടന ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം തുടങ്ങി നിരവധിയായ വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇന്ന് കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ ആ ഹരിതാഭയും അതിന്റെ പ്രകൃതി സൗന്ദര്യവും പകരം വയ്ക്കാനില്ലാത്തതാണ്. ലോകത്തിൽ തന്നെ അത്യപൂർവമായ പ്രകൃതി സൗന്ദര്യമാണ് നമുക്കുള്ളത്, അല്ലെ? ഒരു ഭാഗത്ത് മലയും ഒരു ഭാഗത്ത് കടലുമുള്ള വളരെ അനുഗ്രഹീതമായ പ്രകൃതി സൗന്ദര്യമുള്ള നമ്മുടെ നാട് കേരളം. ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. മുരിയാട് ഗ്രാമത്തിന്റെ ക്യാമറയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ബിജു തൊമ്മാന ഒരു പ്രത്യേക സ്റ്റാച്യു നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം വീൽ ചെയറിലാണ്. പ്രിയപ്പെട്ട ബിജു തൊമ്മാന, വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ബിജു തൊമ്മാന, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് KS ധനീഷ് ഉൾപ്പെടെയുള്ള ഭരണസമിതി ശബ്ദമെടുത്ത് നമ്മുടെ ഗോഡ് ഫാദറിലെ അദ്ദേഹത്തിന്റെ ശബ്ദം
തൊഴിലുറപ്പ് പദ്ധതിയെ തുരങ്കം വയ്ക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തെ ലഘൂകരിക്കുന്ന ബൃഹത് പദ്ധതി അട്ടിമറിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ഇരിങ്ങാലക്കുട കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AITUC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, KS പ്രസാദ്, റഷീദ് കാറളം, ബാബു ചിങ്ങാരത്ത് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി മോഹനൻ വലിയാട്ടിൽ പ്രസിഡന്റ്, VR രമേശ് സെക്രട്ടറി, വർദ്ധനൻ കുളിക്കൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അടിസ്ഥാന വർഗത്തിനും തൊഴിലാളി വർഗത്തിനും ഗ്രാമീണ തൊഴിലാളികൾക്കും കർഷകർക്കും ആദിവാസികൾക്കും മറ്റ് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള നിയമ നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത്, നിയമനിർമ്മാണങ്ങളാണ് ഈ രാജ്യത്ത് വേണ്ടതെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് നമ്മുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് CK ചന്ദ്രപ്പൻ അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങൾക്കും ചർച്ചകൾക്കും അനുസരിച്ചിട്ടാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. അന്ന് നമ്മൾക്കറിയാം 125 രൂപയായിരുന്നു കൂലി. അന്ന് നമ്മുടെ കേരളത്തിൽ 400, 500, 700 രൂപ വരെ കൂലി ഉണ്ടായിരുന്ന സമയത്താണ് ഈ 125 രൂപ കൂലി ആയിട്ട് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന വൈകുണ്ഠാമൃതത്തിന്റെ മുന്നോടിയായി ഇരിങ്ങാലക്കുട മേഖലയിൽ സാന്ദ്രാനന്ദം നാരായണീയ പാരായണം നടന്നു. വിഷ്ണു സഹസ്രനാമത്തോടുകൂടി തുടങ്ങിയ പാരായണത്തിൽ നരസിംഹാവതാരം, ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, കാളിയമർദ്ദനം, ഗോവിന്ദ പട്ടാഭിഷേകം, കൃഷ്ണ രുക്മിണി പരിണയം, കുചേലഗതി, സന്താനഗോപാലം എന്നീ ഭാഗങ്ങൾ അവതരിപ്പിച്ചു. പാരായണത്തിന് ജയശ്രീ ശിവരാമൻ, ഇന്ദിര കുര്യക്കാട്ടിൽ, ചന്ദ്രിക രാജു, ലളിതാംബാൾ, വിനീത ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുരുക ഉപാസകനും ലയൻ മയൂര റോയൽ കിങ്ഡം ക്യാപ്റ്റൻ രജിത് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ഭാരവാഹികളായി ജിത ബിനോയ്, സന്തോഷ് ചെറാകുളം, ജനാർദ്ദനൻ കാക്കര, റോളി ചന്ദ്രൻ, സുമേഷ് VS, രുദ്രൻ വാര്യർ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാവുകയോ അത്രത്തോളം ഭഗവാനിലേക്ക് നിങ്ങൾ അടുക്കുക. ഭഗവാന്റെ ആളുകളായിട്ട് നമ്മൾ മാറും. ഭക്തര് നമ്മളിലോട് ഭഗവാൻ പ്രവർത്തിക്കും. അതെല്ലാം കൂടിച്ചേരുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതെല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ അറിവുള്ളവനെന്നോ ഒന്നും പ്രസക്തിയില്ല. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ ഏറ്റവും ആത്മാർത്ഥമായി വിളിക്കുന്നത് ആരോ അവന്റെ മുമ്പിലാണ് ഭഗവാൻ വരിക. അത് എല്ലാ വേദവും പഠിച്ചു നിൽക്കുന്ന ആളുടെ മുമ്പിലാവാം, ഒരു വേദം അറിയാമോ ഒന്നും അറിയാതെ നിൽക്കുന്നവരെയാവാം. കാരണം ആ വിളിയുടെ ആത്മാർത്ഥതയാണ് നമ്മുടെ പ്രസക്തി. അങ്ങനെ ആത്മാർത്ഥമായി വിളിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെല്ലാവരും എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥത, ആ സ്നേഹം ഭഗവാന് മനസ്സിലാവുകയും ഭഗവാന്റെ അനുഗ്രഹവർഷങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടട്ടെ എന്ന് സത്യം പറഞ്ഞ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇരിങ്ങാലക്കുട നാദോപാസന സംഗീത സഭയുടെ പുതിയ ഭാരവാഹികളായി സോണിയാഗിരി പ്രസിഡന്റ്, AS സതീശൻ വാര്യർ, ജിഷ്ണു സനത്ത് വൈസ് പ്രസിഡന്റുമാർ, P നന്ദകുമാർ സെക്രട്ടറി, VK ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി, മുരളി പഴയാറ്റിൻ ട്രഷറർ, T ഉണ്ണികൃഷ്ണ മേനോൻ പ്രോഗ്രാം കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. നവരാത്രി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നവരാത്രി നൃത്ത സംഗീതോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് KG അജയ്കുമാർ, VC പ്രഭാകരൻ, ഡോക്ടർ മുരളി ഹരിതം, രാഘവൻ മുളങ്ങാടൻ, K ബിന്ദു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു.
കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് അഭിമാനപൂർവ്വം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വളരെ ഊർജസ്രോതസ്സായി നിലകൊള്ളുന്ന സവിശേഷ സാന്നിധ്യമാണ് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാകെ കലാചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പ്രതിഭാശാലികളായ കലാകാരന്മാരും കലാകാരികളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എക്കാലത്തും അഭിമാനം പകരുന്ന കാര്യമാണ്. ക്ഷേത്രകലകളും അനുഷ്ഠാന കലകളും മാത്രമല്ല, അതിസാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന നാടൻ കലാരൂപങ്ങളും വലിയ രീതിയിൽ നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്കും അനുബന്ധ പ്രദേശങ്ങൾക്കും അഭിമാനമായിട്ട് ഒപ്പമുണ്ട് എന്ന് കൂടി സന്തോഷപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ നവരാത്രിയോടനുബന്ധിച്ച് കലാദേവതയായ സരസ്വതിയെ ഉപാസിക്കുന്ന ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കൊച്ചു കലാപ്രതിഭകൾ ഉൾപ്പെടെ അണിനിരക്കുന്ന ഒരു കലാവിരുന്നാണ് അമ്പലത്തിന് മുൻപിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് നാം എല്ലാവരും ചേർന്ന് ഇപ്പോൾ കുറിക്കുന്നത്. കലയ്ക്കും സാഹിത്യത്തിനുമെല്ലാം മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ പാലം കെട്ടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇരിങ്ങാലക്കുട കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച നവരാത്രി ആഘോഷ പരിപാടികൾ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കലാനിലയം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ ആശംസകൾ നേർന്നു. ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി മനോജ് കുമാർ മാടാശ്ശേരി സ്വാഗതവും ജോയിന്റ് കൺവീനർ ജയന്തി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ദേവിയെ ഓരോ രൂപത്തിൽ സരസ്വതിയായും ദേവിയായും ഭദ്രയായും ദുർഗയായും ഒക്കെ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് നമ്മളെ ഭഗവതിയെ കാണുന്നത്. ആ രൂപത്തിൽ നമ്മൾ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഈശ്വര പ്രാർത്ഥന നടത്തി നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ച് അനുഗ്രഹത്തോടെയാണ് പതിവ്. എന്നെ വെച്ചോളൂ, ഞാൻ ഇരിങ്ങാലക്കുട 10-60 കൊല്ലമായി താമസിക്കുന്നുണ്ടെങ്കിലും ഒരു കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ദേവിയെ തൊഴാനുള്ള ഭാഗ്യം എനിക്കിപ്പോഴാണ് ലഭിച്ചത്. കാരണം ഇതുവരെ സംഗമേശനെയാണ് തൊഴുതുകൊണ്ടിരുന്നത്. അവിടുന്ന് ദേവിയുടെ നിയോഗമോ എന്തോ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇവിടെ വന്ന് തൊഴാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് ദേവിയുടെ അനുഗ്രഹമാണ്. ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കാര്യകുളങ്ങര മൂലയിൽ പരേതരായ കരുണാകര പിള്ളയുടെയും തങ്കമണി അമ്മയുടെയും മകൻ MS കൃഷ്ണകുമാർ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. അസുഖബാധിതനായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു അന്ത്യം. 30 വർഷത്തോളം ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള MS കൃഷ്ണകുമാർ നിരവധി തൊഴിലാളി സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകൻ മൂലയിൽ വിജയകുമാർ സഹോദരനാണ്. ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള MS കൃഷ്ണകുമാറിന്റെ വിയോഗം സഹകരണ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിജയൻ ഇളയടത്ത് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പുല്ലൂർ പൊതുമ്പ് ചിറയോരം ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ. നവരാത്രി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.